തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പിണറായി വിജയന് കഷ്ടകാലമാണെന്ന് തന്നെ പറയാം. ഇപ്പതാ യുവജനങ്ങളും പാർട്ടിയിലെ യുവജനങ്ങളും വന്നിരിക്കുകയാണ് പിണറായി വിജയനെതിരെ. അതായത് അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളാണ് തോൽവിക്ക് കാരണം എന്ന്. എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഒരു നേതാക്കളും ഇത്രയും വെറുപ്പിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കത്തില്ലല്ലേ? അതെ, ഇത്രയേറെ, അതായത് ഒരു പാർട്ടിയല്ല, കേരളത്തിന് മുഴുവനായിട്ട് വെറുപ്പിച്ച ഒരു പട്ടം അല്ലെങ്കിൽ ഒരു നേതാവിനുള്ള ഒരു അർഹത കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ സഖാവ് പിണറായി വിജയന് തന്നെയാണ്. കാരണം ആ ഒരു പാർട്ടിയിലെ യുവാക്കൾ, അതായത് നാളത്തെ തലമുറ, വരും തലമുറയെ വരെ വെറുപ്പിച്ചു. അതായത് ഒന്നിറങ്ങി പോകാമോ എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിച്ചിട്ടുണ്ട് സഖാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന DYFI ജില്ലാ സമ്മേളനത്തിൽ ഒരു സഖാവ് പറയുകയാണ്, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതുപോലത്തെ ഓരോ പ്രയോഗങ്ങളുണ്ടല്ലോ, കടക്ക് പുറത്ത്, മാറി നിൽക്കങ്ങൾ, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അതുപോലുള്ള ഓരോ പ്രയോഗങ്ങളും അത് അവസാനം ജനങ്ങൾ നമ്മുടെ മേൽ തന്നെ പ്രയോഗിച്ചു. ഇനി ഞാൻ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു സമ്മേളനത്തിൽ പറഞ്ഞെന്ന് കരുതി എന്നെയും കിടക്ക് പുറത്ത് എന്ന് ചോദിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചു ആ ഒരു നേതാക്കളെ. കാരണം ഈ അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു CPM-നെ പ്രതിരോധത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആ യുവാക്കളെ അവരെ മടുപ്പിച്ചു എന്നതാണ് ഒരു സത്യം. അതിനുള്ള ഒരു അർഹത ലഭിച്ചത് പിണറായി വിജയനാണ്. അത് MV ഗോവിന്ദന്റെ കൂടെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കൂടി ആയപ്പോൾ അത് പൂർത്തിയായി. അത് കീഴ്ഘടകം മുതൽ മേൽഘടകം വരെ, അതായത് DYFI SFI മുതൽ പലർക്കും ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഒരു അസ്വാരസ്യമുണ്ട്. പിണറായി വിജയന്റെ ആ ഒരു സ്വേച്ഛാധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമായിട്ടുള്ള ആ ഒരു ശൈലികളുണ്ട്, ഓരോ രീതികളുണ്ട്, മാറ്റാൻ കഴിയാത്ത ഓരോ ജനറ്റിക്കലായിട്ടുള്ള ചില രീതികൾ, പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ, ഇതെല്ലാം ഈ താഴെയുള്ള അണികളെയും കൂടി ബാധിക്കുന്നുണ്ട്. എത്ര പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ലെങ്കിൽ എത്ര കാരുണ്യ സേവനം നടത്തി എന്നതിലല്ല കാര്യം. ജനങ്ങളോട് നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതിലൊക്കെയാണ് കാര്യമെന്നാണ് ഈ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ബോധ്യമായത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 35 സീറ്റിൽ അവരെ ഒതുക്കി മൂലയ്ക്ക് ആ നിയമസഭയിൽ ഒതുക്കി ഇരുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ വിവേകപൂർവ്വം അല്ലെങ്കിൽ ചിന്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഈർക്കിൾ പാർട്ടിയെ പോലെ തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പം ഈ യുവജനങ്ങൾ ഇത് മനസ്സിലാക്കി വന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തോൽവി വേണ്ടി വന്നു എന്ന് മാത്രം. കാരണം ഈ അതായത് പിണറായി വിജയൻ ഇത് പറഞ്ഞിരുന്ന സമയത്ത് മാസ് BJM കയറ്റി ഈ കാര്യങ്ങൾ ഇവർ തന്നെയായിരുന്നു പ്രചരിപ്പിച്ചതുമൊക്കെ. പക്ഷെ തോൽവിക്ക് ശേഷമാണ് ഇവർക്ക് ഇത് മനസ്സിലായത്, ഇതൊക്കെ തെറ്റായിരുന്നു, ഇതൊക്കെ ജനങ്ങളിൽ ആഘാതം ഏൽപ്പിച്ചു എന്നല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്കൊന്ന് ഒരു സമ്മേളനത്തിനിടെ ഒരു യുവതി, അതായത് അവിടെ ആ ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ കൂടെ വേദിയിൽ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചെന്ന് ചോദിച്ച ആ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെയാണ് മാറി നിൽക്കങ്ങൾ എന്ന് തട്ടിത്തെറിപ്പിച്ച് പിണറായി വിജയൻ മുന്നോട്ട് കടന്നു പോയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു യുവാക്കൾക്ക് ഇദ്ദേഹത്തിന്റെ മേളിലൊരു എന്താ പറയാ, ഒരു ഇഷ്ടക്കേട് വന്നു. പക്ഷെ അവരെ ന്യായീകരിക്കാതെ വയ്യ ഇവർക്ക്. അതായത് ഇവരെ ന്യായീകരിച്ചില്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഇവർ ഇളഭ്യരായി പോകും. അതായത് ഇവർ ചെയ്ത പല കാര്യങ്ങൾക്കും DYFI അല്ലെങ്കിൽ SFI പോലുള്ള സംഘടന വായടച്ച് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഏത് സാമൂഹിക പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന DYFIക്ക് SFIക്ക് ആയാലും ഈ ഇവരുടെ മുതിർന്ന നേതാക്കൾ ചെയ്യുന്നത് വെച്ച് കൂട്ടുന്നതിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർക്കൊരു റെസ്റ്റ് കിട്ടുന്നില്ലെന്നേ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവർക്ക്. അതായത് ഒന്ന് തീരുമ്പോൾ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. അതായത് ഇപ്പം MV ഗോവിന്ദന്റെ ഒരു യാത്രയിൽ കോഴിക്കോട് വെച്ചാന്ന് തോന്നുന്നു, ഒരു വയോധികൻ വന്ന് വേദിയിൽ ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്പോട്ടിൽ ക്ഷേമ പെൻഷൻ എന്നുള്ള ഒരു രീതിയിൽ 2000 രൂപ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ തന്നെ ഇനി മൂന്നാമതും വരണം, നിങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് ഈ കാശ് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതെന്റെ ഒരു സംഭാവനയായിട്ട് കരുതണം. ഏത് MV ഗോവിന്ദന്റെ കയ്യിലേക്ക് കാശ് വരുന്നു, അതെടുത്ത് ആ മുതിർന്ന അദ്ദേഹത്തിന് ആ വയോധികന് കൊടുക്കുന്നു. ആ വയോധികന് അവർ പറഞ്ഞതുപോലെ തന്നെ കാശ് തിരികെ കൊടുക്കുന്നു. MV ഗോവിന്ദന്റെ കയ്യിലേക്ക് കാശ് കൊടുത്താൽ പതുക്കെ പോക്കറ്റിലേക്ക് വയ്ക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. കംപ്ലീറ്റ് PR വർക്ക് അല്ലെങ്കിൽ പറഞ്ഞു വെച്ച സ്ക്രിപ്റ്റ് വർക്കാണ് അവിടെ നടന്നത്.
അത് അദ്ദേഹം ആ ഒരു പരിപാടിക്ക് ശേഷം ഇതുപോലെ ഒരു ഫോണിന് മുന്നിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് ആരോ എടുത്ത് ഷൂട്ട് ചെയ്ത് അത്യാവശ്യം വൈറലാക്കി. എന്താണ്, എന്നോട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞതാണ്, കാശ് തരുമെന്ന് പറഞ്ഞു, എന്നിട്ട് കാശ് വാങ്ങിച്ചു, ഞാൻ ഇതുപോലെ ചെയ്തേ ഉള്ളൂ, അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, അതാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഒരു ചെപ്പടി വിദ്യയൊക്കെ പ്രയോഗിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് എത്തി എന്ന രീതി, CPM ജനങ്ങളിലേക്ക് എത്തി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടയിലുണ്ട് എന്ന രീതിയിലുള്ള ഒരു PR വർക്ക് നടത്തുന്നത്. ഇതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും സൈബർ സഹാക്കളും അല്ലെങ്കിൽ DYFI സഹാക്കളുടെ അക്കൗണ്ടിൽ നിന്നും പരമാവധി പണിയെടുത്തിട്ടുണ്ട്, ഓവർ ടൈം പണിയെടുത്തിട്ടുണ്ട്. അവർക്ക് എന്നിട്ടൊരു ഓവർ ടൈം ഡാറ്റ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരവസ്ഥ. അവർക്ക് അതിനുള്ളൊരു മെച്ചം കിട്ടണ്ടേ? സ്വന്തം പ്രസ്ഥാനം കാണിച്ചു കൂട്ടുന്ന എന്ത് തോന്നിയാവസത്തിനും ഇവർ വെളുപ്പിക്കലും ക്യാപ്സുകളുമായിട്ട് വരും. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവണ്ടേ? അതുമില്ല. 10 വർഷത്തെ ഭരണകാലം അത് കഴിയാറായി. ആ ഒരു സമയത്താണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. ചെയ്തു കൂട്ടിയ ആ ഒരു ഫലങ്ങൾക്കെല്ലാം കർമ്മ തിരിച്ചടിക്കാൻ ആരംഭമുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധോദയം വന്ന അപ്പോഴാണ്. അപ്പോഴത്തേക്കിന് ഉടനങ്ങളുടെ സഹാക്കൾ എഴുന്നേൽക്കുകയാണ്. അവസാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. വൻ ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ അധികാരത്തിലേറി. അന്ന് തുടങ്ങി കഷ്ടകാലം. അത് തങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ ഈ ഒരു പാർട്ടിക്കെതിരെ പ്രതിരോധ കോട്ട തീർക്കാൻ സാധിക്കുമോ അതെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് മുമ്പുണ്ടായ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഓരോ വേദികളിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചൂടാവുന്ന ഒരു ടിപ്പിക്കൽ കാർന്നോമാരുടെ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, ഒരു അഹംഭാവം ഉണ്ടല്ലോ. ഈ ഒരു അഹംഭാവം ഏതൊരു സാധാരണക്കാരനായ ഒരു സഖാവിനും ശരിക്കും അത് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് സഹികെട്ടാണ് ആ ഒരു DYFI ജില്ലാ സമ്മേളനത്തിനിടെ ഈ ഒരു നേതാവ് പറഞ്ഞത്, മാറി നിൽക്കങ്ങട്, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതുപോലുള്ള ഓരോ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ പിന്നോട്ടടിച്ചു. ഒന്നുമില്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത സംഭവിച്ചു. ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ അപജയം വന്നത്. ഇനിയെങ്കിലും തിരുത്തണം എന്നുള്ള രീതിയിൽ ആ ഒരു അഭിപ്രായം ഉയർന്നത്. ഇപ്പൊ യുവ നേതാക്കൾ മാത്രമല്ല, ഇപ്പൊ P. രാജീവ്, MA ബേബി പോലുള്ളവർ വരെ സത്യം മനസ്സിലാക്കി പുറത്തു വന്നിട്ട്. അതായത് P. രാജീവ് പറഞ്ഞു LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് തോൽവിക്ക് കാരണമായത്. MA ബേബി പറഞ്ഞു തളിപ്പറമ്പിലെയും അല്ലെങ്കിൽ അവിടുത്തെയൊക്കെ ആൾക്കാരെ തെരഞ്ഞെടുത്തതിന്റെ ഒരു തെറ്റായിപ്പോയി, അതായത് പാർട്ടിയിലെ ബന്ധുക്കൾക്ക് ഒരു സ്ഥാനം നൽകിയത് തെറ്റായിപ്പോയി എന്നൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും വരുന്നത്, അല്ലെങ്കിൽ ചെറുത് മുതൽ SFI മുതൽ വലിയവർ വരെ മനസ്സിലാക്കി എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ മുതിർന്നവർ തിരുത്തുമ്പോഴാണല്ലോ ഇളയവർക്ക് ആ ഒരു ബോധോദയം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നത്. ഇപ്പോൾ P. രാജീവ് അല്ലെങ്കിൽ MA ബേബി അവർക്കുണ്ടായത് ഇതിനു മുമ്പുണ്ടായ ബോധോദയം ഉണ്ടല്ല, അവർക്ക് ആ സമയത്ത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. അല്ലാതെ അവർക്ക് ബോധോദയം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വെളിപാട് വരാൻ അവർക്ക് അത്ര ഏറെ ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ്റെ ഒരു ഐക്യമോ അല്ലെങ്കിൽ സാധാരണക്കാരനോ അല്ല അവർ. ഒരു ഈ സംസ്ഥാനത്തെ ഒരു മുൻ മന്ത്രിമാരായിരുന്നു ഇരുവരും. അവർക്ക് ഇതുപോലുള്ള ഒരു ബോധോദയം നേരത്തെ മുതൽ വന്നിരുന്നു. പക്ഷെ പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. അതായത് പിണറായി വിജയനെതിരെ പറയുന്ന ആരായാലും അയാളുടെ ഉള്ളിലൊരു ഭയമുണ്ട്. കാരണം CPM എന്നൊരു പാർട്ടി CPM എന്നൊരു പാർട്ടിക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെതായിട്ട് മാത്രം വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള അല്ലെങ്കിൽ ഇതിനു ശേഷം വരുന്ന നേതാക്കൾക്കൊന്നും ഒരു റെലവൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രസക്തി ഇല്ലാത്ത ഒരവസ്ഥയിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു പിണറായി വിജയനുള്ള ഒരു ഭയം കൊണ്ട് മിണ്ടാതിരുന്നതാണ് ഇത്രയും കാലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പൊതുവേദിയിലല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു EMS സ്മരണം അല്ലെങ്കിൽ ആ ഒരു അനുസ്മരണ വേദിയിലാണ് ഇതുപോലെ ഒരു തുറന്നു പറച്ചിൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് എത്ര അവലോകനങ്ങളുണ്ടായിരുന്നു, എത്ര പാർട്ടി മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഇതിലൊന്നും വരാത്ത ഒരു തുറന്നു പറച്ചിൽ എങ്ങനെ പല വേദികളിലും വരുന്നത്. അതായത് ഈ ഒരു അവലോകന യോഗത്തിൽ പറയാത്ത കാര്യമാണ് ഒരു പൊതുവേദിയിൽ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിനുള്ള ഭയം കൊണ്ടാണ്. ഈ ഒരു ഭയം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സൈലൻ്റായി അല്ലെങ്കിൽ സംസാരിക്കാതിരുന്നത്. അളമുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓരോ തിരിച്ചറിവുകൾ വന്നു എന്ന രീതിയിൽ ഓരോ പ്രസ്താവനകൾ പുറത്തിറക്കുന്നത്. അത് മാക്സിമം കിട്ടാവുന്ന ഒരു മാക്സിമം നല്ല രീതിയിൽ ഈ ഒരു CPM എന്ന പാർട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കാലികാവസ്ഥയിൽ. അതായത് UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പലവിധ കേസുകളിൽ CPM പ്രതിയായി
ജനങ്ങളിൽ നിന്ന് ഏറെ ബഹുദൂരം പിന്നിലായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലൊരു ഓരോ പ്രസ്താവനകൾ വരുമ്പോൾ CPM എന്നുള്ള പാർട്ടിക്ക് ജനപിന്തുണ നഷ്ടപ്പെടും. അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയമാകും. ഇനി ഭാവിയിൽ ഈ ഒരു CPM എന്ന പാർട്ടിക്ക് കേരളത്തിലെ പ്രസക്തി ഇല്ലാതായിരിക്കും.